ഹായ് ഹലോ വേൾടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂട്ടി ഒന്ന് അഴിച്ചു പണിയാൻ പോകണം. കാരണം ഇതിന് ബ്രേക്ക് പാടൊന്ന് മാറണം, അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിൾ മാറണം, ആക്സിലേറ്റർ കേബിൾ മാറണം. അപ്പോൾ നമ്മളിതൊന്ന് സ്വന്തമായിട്ട് ഇന്ന് പണിഞ്ഞ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്കൂട്ടി അഴിച്ച് പണിയാൻ എന്തുവാന്ന് അറിയത്തില്ല. ഇനി ലാസ്റ്റ് നമുക്ക് വർക്ക്ഷോപ്പിൽ നാളെ വിളിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തുവരെ ഒന്ന് പണിഞ്ഞു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇത് നമുക്ക് സ്വന്തമായിട്ട് സ്കൂട്ടി പണിയാന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വലിയ എൻജിൻ പണിയൊന്നും അല്ല, നമുക്ക് അത്യാവശ്യം ബ്രേക്ക് പാഡ് മാറാം, അതുപോലെ തന്നെ ബ്രേക്ക് കേബിൾ മാറാം. നമ്മൾ ബാക്കിൽ ബ്രേക്ക് പാഡ് മാറ്റുന്നതിന് വേണ്ടി വീലഴിക്കാൻ പോവാണ്. ബാക്കിലെ ബ്രേക്ക് പാഡ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ജൂപ്പിറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിച്ചാണിത്. അതുപോലെ തന്നെ നമ്മൾ ആക്സിലേറ്റർ കേബിളിൻ്റെ ഔട്ടർ സെറ്റ്, കേബിളിൻ്റെ ഫുൾ സെറ്റും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ഔട്ടർ സെറ്റ് ഫുള്ള് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിലെ കേബിൾ മാറാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു നട്ടുണ്ട്, അത് അഴിക്കണം. അഴിച്ചാലേ കേബിൾ ഊരി വരത്തുള്ളൂ. കേബിൾ നമ്മൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇതിനകത്ത് മെയിനായിട്ടൊരു പണി എന്ന് പറഞ്ഞാൽ ഇത് പുതിയ കേബിൾ കയറ്റുന്നതാണ്. അപ്പോൾ ഇത് ഇതിനകത്തുകൂടി ബോഡിക്കകത്തുകൂടാണ് പോയേക്കുന്നത്. ബോഡിയിലൂടെ ഇങ്ങനെ ഇവിടെ കേബിൾ വന്ന് നിൽക്കുന്നത്. കേബിൾ മാറാൻ പോകണം. അപ്പോൾ നമ്മൾ ബാക്കിൽ ബ്രേക്ക് പിടിച്ചിട്ടുന്ന പെടലാണിത്. അപ്പോൾ ഇത് ഊരിയാലേ നമുക്ക് കേബിളിനകത്തൂടെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിലൊരു പിന്നുണ്ട്, അത് നമ്മൾ ഊരിയിട്ട് എടുത്താൽ അത് ഊരി വരും കേട്ടോ. നമ്മൾ കേബിള് ഊരിട്ടുണ്ട്. ഇനി നമ്മൾ ടേപ്പ് അടിച്ച് ഇതിനെ കൂടെ പുതിയ കേബിൾ കയറ്റാൻ പോവാം. നമ്മൾ ഇതിനകത്തുകൂടെ ഇത് അല്ലാതെ കയറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് അടിസൈഡിൽ പോകുന്ന സൈഡ്, ഇത് ടോപ്പ് സൈഡ്. അപ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡ് ഇതിനകത്ത് വെച്ചിട്ട് ടേപ്പ് അടിക്കാൻ പോവാം.
ഇനി അടുത്ത നമ്മുടെ അംഗം ആക്സിലേറ്റർ കേബിൾ. അത് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. കേബിൾ മാറണമെങ്കിൽ ഈ മീറ്റർ അഴിച്ചാലേ നമുക്കിത് കേബിൾ മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മീറ്റർ കൂടെ അഴിച്ച് മാറ്റാൻ പോവാം നമ്മൾ. ഈ വളവും തിരിവുമൊക്കെ ഉണ്ട്, ഇറങ്ങി പോവെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. കേബിൾ വലിച്ച കണക്ക് ഫ്രണ്ടിലെ ഈ ആക്സിലേറ്റർ കേബിൾ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഈ ഒരു വളവുണ്ട്, കണ്ടോ, ബെൻഡുണ്ട്. അപ്പോൾ ബെൻഡിനകത്തൂടെ നമ്മൾ ഇതിനകത്തൂടെ എടുക്കാൻ ഇച്ചിരി റിസ്ക് എടുത്ത്. അപ്പോൾ നമ്മൾ ഈ ടേപ്പ് നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ വലിക്കുന്ന സമയത്ത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പണിയായി പോകും. അല്ലെങ്കിൽ പിന്നെ ഈ ബോഡി ഫ്രണ്ട് സൈഡ് ഫുള്ള് അഴിച്ചാൽ മാത്രമേ ഇറങ്ങി എടുത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ ഇവിടെ ഒരു ലോക്കുണ്ട്, ആ ലോക്കിനകത്താണ് ഇച്ചിരി പ്രശ്നം. അത് നമ്മൾ ഇതിന് അടിയിൽ കൂടെ കൈയിട്ട് ആ ലോക്കിനകത്തൂടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ കുറച്ച് സിമ്പിളാണ്. പിന്നെ ഇവിടെ 2 ബട്ടൺ മാത്രമേ ഉള്ളൂ. അതുകൂടെ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കയറി വരും. പക്ഷേ എന്നാലും ഇച്ചിരി റിസ്ക്കാണ്. നമ്മൾ ബാക്കിലെ ബ്രേക്ക് റെഡിയാക്കുന്ന കണക്ക് കയറ്റി വിടുന്ന കേബിൾ കയറ്റി വിടുന്ന കണക്ക് ഇത് കയറ്റി വിടാൻ പറ്റത്തില്ല, ഇച്ചിരി പാടാണ്. എന്നാലും നമ്മൾ റിസ്ക് ആയിട്ടെടുത്ത് നമ്മൾ കേബിൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പഴയ പോലെ റീസെറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാം സെറ്റാക്കി സ്ക്രൂ എല്ലാം ചെയ്ത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഈ സ്കൂട്ടറിൻ്റെ റിപ്പയറിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മളിനി ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. ബൈ.